ഈസി ഇവയും നല്ല എക്സൈറ്റ്മെന്റാണ്. നാളെ സ്കൂൾ തുറക്കാണ്, ആ ഒരു സന്തോഷമാണ്. അപ്പൊ ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുകയാണ്. ഒരുപാട് നേരം ഇങ്ങനെ ഉറങ്ങാൻ പറയുന്നു, നാളെ സ്കൂളുള്ളതാണെന്ന്. പക്ഷെ അവർക്ക് ഉറക്കം വരുന്നില്ല. ഈ കുട്ടിക്ക് കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. അങ്ങനെ ഈ കുട്ടി നല്ല കളിയിലാണ്. ഈ കുട്ടി കളിക്കുന്നതിൻ്റെ ഒരു കണ്ണാടിയിലൊക്കെ നോക്കി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഒത്തിരി അഭിനയങ്ങളൊക്കെ ഇങ്ങനെ ഭാവാഭിനയങ്ങളൊക്കെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വരുന്നുണ്ട് ഈ കുട്ടീനെ. ഇവർ ഈ കലാപരിപാടിൻ്റെ ഇടയിൽ ഫാത്തിമ വിളിച്ചിട്ടുണ്ട്. ഫാത്തിമ ഒരു വീഡിയോ കോളൊക്കെ ചെയ്തു, ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. ഈ കുട്ടി ഇതൊക്കെ അവിടെ വെക്ക്. രണ്ടുപേരുടെയും കളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഉറങ്ങിയപ്പോഴേക്കും സമയം ഏകദേശം 11:30 അടുത്തുണ്ട്. ഇപ്പം ഈസക്ക് രാവിലെ മദ്രസയിൽ പോകണമെങ്കിൽ 6 മണിക്ക് എണീക്കണം. എനിക്കൊന്നുമില്ല, സാധാരണ ഈസി ഇത്രയും നേരം വൈകി ഉറങ്ങാറില്ല. ഈ കുട്ടി പിന്നെ അത് പതിവാണ്. 12 മണിയായാലും 1 മണിയായാലും ചിലപ്പോൾ അവർ ഉറങ്ങാറില്ല. അവിടെ ഈസ അങ്ങനെയല്ല, കുറച്ചധികം ഒരു 10 മണിക്ക് 10-10:30 ആകുമ്പോഴേക്കും എന്തായാലും ഉറങ്ങുന്ന ആളായിരുന്നു. ഈസയൊക്കെ ബാഗൊക്കെ ഇട്ട് റെഡി ആവാൻ പോവാണ്. ഇവിടേക്ക് യൂണിഫോം കിട്ടിയില്ല, അതുകൊണ്ട് കളർ ഡ്രസ്സ് എൻ്റെ മലകൾ കിട്ടിയതല്ല, ഏഞ്ചൽ ഡ്രസ്സൊക്കെ ഇട്ടു. ഈ വീട്ടിലേക്ക് വാട്ടർ ബോട്ടിൽ പോകുന്നില്ല. അപ്പോൾ ഈ വീട്ടിൻ്റെ വാട്ടർ ബോട്ടിലെ ഒരു ബസ്സാണ്, ബസ്. അപ്പോൾ ഇതിന് ടയറൊക്കെ ഉണ്ടായിരുന്നു, ശരിക്കും ഒരു ടോയ് പോലെ തന്നെ കളിക്കാറൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയാൽ ടോയ് കൊണ്ട് കളിക്കുന്ന അത് വേണ്ടാന്ന് കരുതി എപ്പോൾ എന്തായാലും ഉരുട്ടിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് ഞാൻ ടയറൊക്കെ ഒന്ന് കഴിച്ച് വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പോയാൽ കളിയായിപ്പോലെ. അപ്പോൾ ഇവർ മാത്രമല്ല ഫ്രണ്ട്സും കളിയായിപ്പോവും. അതുകൊണ്ട് ടയറൊക്കെ ഊരി വെച്ചു. ബാഗിലിട്ടാ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിയാണ് ജോലിക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറക്കി പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് കയറുകയാണ്. കുട്ടിയുടെ ഫസ്റ്റ് ഡേ ആണല്ലേ ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടിയും ഈസയും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ വേണ്ടി അവരുടെ സ്കൂളിലേക്ക് ഇങ്ങനെ നടന്ന് കയറുകയാണ്. ഈ കുട്ടിയെ പോലെ ഈസയെ പോലെ ഒത്തിരി കുട്ടികൾ പുതുതായി വന്നിട്ട് എല്ലാ കുട്ടികളും നന്നായി പഠിക്കട്ടെ, നല്ല കുട്ടികളായി വളരട്ടെ. അപ്പം ഞങ്ങളുടെ സ്കൂൾ മുറ്റത്ത് എത്തി. ഈസയുടെ ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ വരിയായി സ്റ്റേജിന്റെ മുന്നോട്ട് പോവാണ്. അപ്പൊ ഈസയും അതിന്റെ കൂടെ കൂടിയുണ്ട്. ഈ കുട്ടി ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. എന്താ പറയാ, ഈ കുട്ടിക്ക് നല്ലൊരു എക്സൈറ്റ്മെന്റും അതേപോലെ തന്നെ ഈ ഒരുപാട് പേര് ഒരുമിച്ച് കണ്ടപ്പോഴുള്ള ഒരു അങ്കളാപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചറെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചറെ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. ഈസയെ കൊണ്ട് വിടാനും കൂട്ടാനൊക്കെ പോകുമ്പോൾ ഈ കുട്ടി ഒപ്പം വരുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടിക്ക് ടീച്ചേഴ്സിന് ഒന്നും പരിചയപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാം നേരത്തെ അറിയാം. സ്ഥാനത്ത് നിന്ന് നീക്കരുത് കുട്ടികളെ. ഈസയുടെ ഫ്രണ്ട്സിന്റെ അടുത്തിരിക്കുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് സ്റ്റേജിൽ എന്തൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഇവിടെയുണ്ട്. പക്ഷെ ഇവിടേക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പ്രിയപ്പെട്ടവരും ഒത്തുചേർന്നിട്ടുണ്ട്. നല്ല ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മികവാർന്നതാകട്ടെ പുതിയ അധ്യയന വർഷം.
നവാഗതർക്കുള്ള സമ്മാനദാന ചടങ്ങാണ്. നമ്മുടെ ഈ കുട്ടിയും സമ്മാനം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുട്ടിക്ക് സ്റ്റേജിൽ കയറാൻ എനിക്ക് നല്ല മടിയായിരുന്നു. ഞാൻ നിർബന്ധിച്ച് കയറ്റിയതാണ്. അങ്ങനെ കുട്ടിക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഓരോ മക്കളും സമ്മാനം വാങ്ങി ഇറങ്ങുകയാണ്. നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ഗ്ലാസ് പായസമൊക്കെ കുടിച്ച് ഞങ്ങളുടെ ആദ്യ ദിനം കഴിഞ്ഞു. ഇന്ന് ഉച്ചവരെ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബൈ.